എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ കാര്യം പറ. മുകേഷ് പറയുന്ന മുകേഷിന്റെ കയ്യിൽ ലാപ്ടോപ്പിൽ തെളിവുണ്ട് എന്നാണ്. ഈ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. അത് അറിയിക്കാനാണ് ഞങ്ങൾ ഓടി വന്നത്. ഇതൊന്ന് ക്ഷമയോടെ കേൾക്കണം. ഉണ്മയാണ് അന്തസ്സുണ്ടല്ലോ മനുഷ്യന്. അയ്യോ ഇതല്ല ഞാൻ തെളിയിക്കാൻ വന്നത്. ഇതല്ല എടാ ഒന്ന് ശരിയാക്കണം. ഇത് കേട്ട് നോക്കണം. ഇതെന്താ മൈരെ 11 മണിക്ക് വിളിച്ചുണർത്തിയിട്ട് ഇതൊക്കെ എന്തിന്റെ കാര്യം നിനക്കൊക്കെ 11 മണിക്ക് വിളിക്കാൻ? മോനെ ലാപ്ടോപ്പിൽ തെളിവുണ്ടെന്ന് പറയുന്നു സന്ദേശത്തിൽ. എവിടെ? ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ അത്ര നല്ലതല്ല. അതുകൊണ്ടാ പുള്ളി ഇപ്പൊ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. എന്നോട് ചോദിച്ചു എന്നെ എനിക്ക് ലാപ്ടോപ്പിന്റെ പണിയൊന്നും അറിയത്തില്ല, എന്നെ ലാപ്ടോപ്പ് പഠിപ്പിക്കാനൊന്ന് വരാവോ എന്ന് ചോദിച്ചു പുള്ളിക്കാരൻ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. മണ്ടൻ. അല്ല ഞാനൊരു മണ്ടനാന്ന് പറഞ്ഞതാ. ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പഠിപ്പിച്ചോ? എന്നോട് ചോദിച്ചു വന്ന് പഠിപ്പിച്ചു കൊടുക്കാവോ. എനിക്കിപ്പോ ലാപ്ടോപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അപ്പോഴെങ്ങാനും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനെ. അത് അങ്ങനെ വിളിച്ചു പുള്ളിക്കാരൻ. ചിലപ്പോ അതും ഒരു ട്രിക്കായിരിക്കും, എങ്ങനെയെങ്കിലും പുള്ളിയുടെ അടുത്തോട്ട് വരാൻ വേണ്ടി. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. ഇപ്പോൾ മീനു പറയുന്നു ഈ സർക്കാരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ട എന്ന നിലപാടാണ് CPM-നുള്ളത്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? വെറുതെ മലയാളികൾക്ക് ചീത്തപ്പേരുണ്ടാക്കാതെ ഇറക്കി വിട്ടേക്ക്. ഇന്ന് എന്റെ ഭാര്യ, നാളെ നിങ്ങളുടെ പെങ്ങള്, അങ്ങനെ പെണ്ണുങ്ങൾ ഉള്ളിടത്തൊക്കെ കയറും. കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാനിതുവരെയായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ. നമുക്ക് ഇപ്പോൾ ഈ ഒരു നയരൂപീകരണ സമിതി ഉണ്ടല്ലോ, സിനിമാ നയം രൂപീകരിക്കാനുള്ള സമിതി, ആ സമിതിയിൽ നിന്നും അദ്ദേഹത്തെ ഇതുവരെ മാറ്റിയിട്ടുമില്ല. അപ്പൊ അതിനൊരു തീരുമാനമായി. കർത്താവേ, ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചു. അതിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പ കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് പറഞ്ഞു. അപ്പോൾ മുകേഷിനൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ട് സർക്കാർ എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. അതാണ് മീനു. എല്ലാവരും സ്വീകരിക്കും, മലയാളികൾ എല്ലാവരും സ്വീകരിക്കും. ഇതാ ഇനി എനിക്ക് സംസാരിക്കുന്ന താല്പര്യമില്ല. എനിക്ക് ഇതുപോലെ എന്ത് പറയുന്ന എനിക്കറിയില്ല. സോറി, കട്ട് ചെയ്തോ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.